ഇത് ബ്രഹ്മപൂർ എന്നൊരു ഗ്രാമം. ഈ ഗ്രാമത്തിന് സമീപം ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു. ബദ്രി അവിടെയാണ് ജോലി ചെയ്യുന്നത്. വരാൻ പോകുന്ന ട്രെയിനിനെല്ലാം സിഗ്നൽ കൊടുക്കുന്ന ജോലിയായിരുന്നു ബദ്രിയുടെ ജോലി. ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ബദ്രി ജോലി ചെയ്യാൻ കയറി. ഇന്ന് വെള്ളിയാഴ്ചയാ. രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഇങ്ങും വരും. ബദ്രി ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അവൻ പേടിച്ചുപോയി. അവൻ ദിവസം മുഴുവനും ജോലി ചെയ്തു. ഒരുപാട് ഗുഡ്സ് ട്രെയിൻസിന് സിഗ്നൽ കൊടുത്തു. വൈകുന്നേരമായതും ഒരുപാട് ക്ഷീണമുള്ളതുകൊണ്ട് അവൻ അറിയാതെ ഒന്നും മയങ്ങി. അവൻ ഉറങ്ങിപ്പോയതും സമയം വളരെ വേഗം പോയതുപോലെ തോന്നി. സമയം 12 മണി ആയതുപോലും അവൻ അറിഞ്ഞതേയില്ല. അവൻ കണ്ണു തുറന്നതും അയ്യോ, സമയം 12 കഴിഞ്ഞല്ലോ. അയ്യോ ദൈവമേ, ഓടടാ, ഓട് ഇവിടെ നിന്ന്. ബദ്രി മറ്റൊന്നും ചിന്തിക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു. അറിയില്ല അവൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന്. അവൻ എത്രത്തോളം പേടിച്ചെന്നാൽ അവൻ ഇടയ്ക്കിടെ പിന്നാലെ നോക്കിക്കൊണ്ടേ ഓടിക്കൊണ്ടേയിരുന്നു. അവന്റെ സ്വന്തം കാലടികളുടെ ഒച്ച പോലും അവനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അയ്യോ ദൈവമേ, ഈ ഒരിക്കൽ എന്നെ രക്ഷിക്കൂ. ഇനി ഇങ്ങനെ തെറ്റ് സംഭവിക്കാതെ ഞാൻ നോക്കാം. അയ്യോ ശിവഭഗവാനെ, രക്ഷിക്കണേ. അവൻ ദൈവങ്ങളുടെ പേര് ചൊല്ലിക്കൊണ്ടേ വേഗത്തിൽ ഓടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ അവൻ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് ആരോ ഒരാളെ ഇടിച്ചു. അയാൾ ആ ഗ്രാമത്തിൽ പുതിയതായി വന്നതാണ്. അയ്യോ ഓടിക്കോ ഓടിക്കോ, ശനിയാഴ്ച ഇങ്ങ് എത്തി. ശനിയാഴ്ചയോ? അതായാലിപ്പോൾ എന്താ? ഓടിക്കോ ഓടിക്കോ, നിന്റെ ജീവൻ രക്ഷിക്ക്. ബദ്രി ഓടിക്കൊണ്ടേ ഗ്രാമത്തിനുള്ളിൽ കയറിപ്പറ്റി. എന്നാൽ പുതിയതായി അവിടേക്ക് വന്ന അയാൾ ഈ ഗ്രാമത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും തന്നെ മനസ്സിലാകാതെ നിന്നു. അയ്യോ, ഞാനെന്തിനാ ഇപ്പോൾ ഓടുന്നത്? ഇയാൾ എന്താ ഈ പറയുന്നത്? ആരോടെങ്കിലും ചോദിക്കാൻ നോക്കുമ്പോൾ ആരുമില്ല. ഇനി ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി ഇവിടെ തന്നെ കിടന്നുറങ്ങിയേക്കാം. നാളെ രാവിലെ പോയി ഏതെങ്കിലും മുറി അന്വേഷിക്കാം. ജീവന് ഈ ശനിവാറിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അവൻ മെയിൻ റോഡിനടുത്തുണ്ടായിരുന്ന മരത്തിനടിയിൽ തല ചായ്ച്ച് വിശ്രമിച്ചു. ഗ്രാമത്തിലെ ഒരാൾക്ക് പോലും ശനിയാഴ്ച ദിവസം അവരവരുടെ വീടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരാൻ ധൈര്യമേ ഉണ്ടായിരുന്നില്ല. പാവം, ഇതൊന്നും അറിയാത്ത ജീവൻ സന്തോഷത്തോടെ ഉറങ്ങിക്കൊണ്ടിരുന്നു. അവൻ ഉറങ്ങിയതിനു ശേഷം ഗ്രാമത്തിലേക്ക് ഒരു ചുഴലിക്കാറ്റ് വന്നു. അത് ജീവന്റെ തൊട്ടടുത്തുകൂടെ തന്നെ പോയി. എന്നാൽ അവന് ഒന്നും തന്നെ സംഭവിച്ചില്ല. സൂര്യൻ ഉദിച്ചതും ഗ്രാമജനങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. അവർ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അയ്യോ, ഇയാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഇനി ശനിയാഴ്ച ഇയാളെ എന്തെങ്കിലും ചെയ്തോ? ഗ്രാമജനങ്ങൾ എല്ലാവരും ജീവന്റെ അടുത്തേക്ക് പോയി. ജീവൻ അപ്പോഴാണ് ഉറക്കവും എഴുന്നേറ്റത്. ഇയാൾ ജീവനോടെ തന്നെ ഉണ്ടല്ലോ. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകും? ശനിയാഴ്ച ആയതിനു ശേഷവും ഇയാൾ വെളിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഇയാളൊരു മഹാൻ തന്നെ. ഗ്രാമജനങ്ങൾ എല്ലാവരും ജീവന്റെ കാലുകളിൽ വീണു. അയ്യോ, നിങ്ങളെല്ലാവരും എന്തായി ചെയ്യുന്നത്? നിങ്ങൾ മഹാനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ശനിയാഴ്ച ആയിട്ട് പോലും നിങ്ങൾ ജീവനോടെ ഉള്ളത്. നിങ്ങൾ ഉറപ്പായും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പഠിച്ച പണ്ഡിതൻ തന്നെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു മാസ്റ്റർ തന്നെയാണ്. ഈ സ്കൂളിലേക്ക് പുതിയതായി വന്നതാ. ഇന്നലെ എന്റെ ട്രെയിൻ ഒരുപാട് ലേറ്റായി. ഞാനിവിടെ വന്നപ്പോൾ തന്നെ 12 മണിയും കഴിഞ്ഞു. തൊട്ടടുത്താണെങ്കിൽ ഒരു മനുഷ്യർ പോലുമില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയത്. നിങ്ങൾക്ക് ശനിയാഴ്ച ആയതിന്റെ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ലേ? എന്താ ശനിയാഴ്ച ആയതിന്റെ മാറ്റമോ? എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അയ്യോ ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ മരണം കണ്ടില്ലേ? ഇവിടെ നോക്കൂ ചേട്ടാ, ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ ശനിയാഴ്ച ദിവസവും ചുഴലിക്കാറ്റ് പോലെ ഒന്ന് വരും. അതാണ് മരണത്തിന്റെ അറിയിപ്പ്. അതിന്റെ ഉള്ളിൽ പ്രേതവും പിശാചും എല്ലാം കാണും. വീട്ടിൽ നിന്നും ആരെങ്കിലും വെളിയിലുണ്ടെങ്കിൽ ആ ചുഴലിക്കാറ്റ് അവരെ എല്ലാവരെയും കൊല്ലും. ഈ കഴിഞ്ഞ ആഴ്ച ഒരാളെ ആ ചുഴലിക്കാറ്റ് കൊന്നത്. ഒരു പാൽക്കാരനെ അതിനു മുൻപ് തന്നെ കൊന്നു. അതെ, നിങ്ങൾ മാത്രം ആ ചുഴലിക്കാറ്റിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടെന്നേ അറിയില്ല. നിങ്ങൾ ഉറപ്പായും മഹാനായ ഒരു വ്യക്തി തന്നെ. അയ്യോ, ഈ പ്രേതവും പിശാചും ഒന്നുമില്ല. ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാ. വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ. ഒന്നുമില്ലാതെ നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ നോക്കു ചേട്ടാ,
ആർക്കൊക്കെ അതിൽ അവരുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടോ അവർക്കറിയാം ശനിയാഴ്ച ദിവസം എന്ത് സംഭവിക്കുമെന്ന്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവുകയില്ല. നിങ്ങളെല്ലാവരും കൊള്ളാം. ശരി, അടുത്ത ശനിയാഴ്ച ഞാൻ ഇതേ സ്ഥലത്ത് തന്നെ ഇരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനോടുള്ള ഭയം പോകുമെങ്കിൽ ഞാൻ ഉറപ്പായും ഇത് തെളിയിക്കാം. പ്രേതവും പിശാചും ഒന്നുമില്ലെന്ന് അപ്പോൾ മനസ്സിലാക്കും. ഇവിടെ നോക്കൂ മാസ്റ്റർ, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ജീവിതം ഇതിനുവേണ്ടി പണയം വെക്കുന്നത്? എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ചിന്താഗതി തെറ്റാണെന്ന് ഞാൻ തെളിയിക്കാം. അതിനൊരേ ഒരു വഴി ഇതാണ്. ഒരു ആഴ്ചയ്ക്ക് ശേഷം ജീവൻ ഗ്രാമജനങ്ങളോട് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് തന്നെയിരുന്നു. ഗ്രാമജനങ്ങൾ എല്ലാവരും പേടിച്ചു വിറച്ച് വീടുകളിൽ തന്നെയിരുന്നു. എന്നാൽ ജീവൻ ഒഴികെ. ഇന്ന് പ്രേതവും പിശാചും ഒന്നുമില്ലെന്നിവരെ തെളിയിച്ചേ പറ്റൂ. ജീവൻ ഇന്നും അതേ സ്ഥലത്ത് തന്നെയിരുന്നു. രാത്രി മുഴുവനും അവൻ കാത്തുകൊണ്ടേയിരുന്നു. രാത്രി പെട്ടെന്ന് വേഗത്തിൽ ഒരു ചുഴലിക്കാറ്റ് വന്നു. ഇലകളും പൊടികളും പറന്നുകൊണ്ടേയിരുന്നു. ജീവന് അപ്പോൾ തോന്നി ഗ്രാമജനങ്ങൾ പറഞ്ഞത് ഒരുപക്ഷേ ശരിയായിരിക്കുമെന്ന്. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ആ ചുഴലിക്കാറ്റ് നിന്നു. ഓ, ഞാൻ ആവശ്യമില്ലാതെ പേടിച്ചു. അതിനുശേഷം രാവിലെ സൂര്യൻ ഉദിക്കുകയും ചെയ്തു. ജീവന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രേതവും പിശാചും ഒന്നുമില്ലെന്ന്. ഇതെല്ലാം വെറും കഥയാ. ദയവ് ചെയ്ത് നിങ്ങൾ കണ്ണുമടച്ച് ഇതൊന്നും വിശ്വസിക്കരുത്. അയ്യോ, ആരൊക്കെ ശനിയാഴ്ച ആ ചുഴലിക്കാട്ടിൽ അകപ്പെട്ടു അവർ എല്ലാവരും ക്രൂരമായി മരിച്ചുപോയിട്ടുണ്ട്. എന്നാൽ താങ്കൾ ഓരോ തവണയും രക്ഷപ്പെടുന്നു. താങ്കൾ ഒരു മഹാൻ തന്നെ മാസ്റ്റർ. എനിക്ക് എന്തോ നിനക്ക് ആ പരമശിവന്റെ അനുഗ്രഹം തന്നെ ഉള്ളതുപോലെ തോന്നുന്നു. അയ്യോ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ ആരും വിശ്വസിക്കാത്തത്? ജീവൻ ഗ്രാമജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആരും തന്നെ അവന്റെ വാക്ക് കേട്ടതേയില്ല. ജീവന് പ്രേതങ്ങളിൽ ഒരു വിശ്വാസവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്രത്തോളം ധൈര്യമായി പെരുമാറുന്നത്. ജീവൻ ഏതു മരത്തിന്റെ അടിയിലാണോ ഇരുന്നിരുന്നത് അതിന്റെ മറുവശത്തായി ഒരു പഴയ ശിവലിംഗം ഉണ്ടായിരുന്നു. ജീവൻ അവന്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ ദൈവം കാരണമാണോ രക്ഷപ്പെട്ടതെന്ന് ആർക്കും തന്നെ അറിയില്ല. അതുപോലെ ആ ശനിയാഴ്ച ദിവസത്തെ ഭയാനകരം എന്തെന്ന് പോലും അവിടെയുള്ള ആർക്കും അറിയില്ല. ഇത് സംഭവിച്ചിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. ജീവന് ട്രാൻസ്ഫറും കിട്ടി. അവൻ ഗ്രാമജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ച് മടുത്തുപോയി. എന്നാൽ ഇപ്പോഴും ബ്രഹ്മപൂരിലെ ഗ്രാമജനങ്ങൾ ശനിയാഴ്ച ദിവസമായാൽ പേടിക്കുമായിരുന്നു.